ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ അച്ചായനെ കുറിച്ചാണ്. അച്ചായനെ ഒരുപാട് പേർക്കറിയാം അല്ലേ? ഒരുപാട് നന്മകൾ ചെയ്യുന്ന നല്ല മനസ്സിൻ്റെ ഉടമയാണ്. ആ മനുഷ്യനെ പോലെ ആകാൻ ആർക്കും കഴിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപൂർവം ചിലർ, അതായത് 1000-ൽ 1 മാത്രമേ അച്ചായനെ പോലെ ആകാൻ കഴിയത്തുള്ളൂ അല്ലേ? ഇന്നത്തെ കാലത്ത് ഒരു പാലം ഇങ്ങോട്ടിട്ടാൽ ഒരു പാലം അങ്ങോട്ടും ഇടണമെന്നാണ് മറ്റുള്ളവരുടെ മനസ്സിലെ ധാരണ. പക്ഷേ അച്ചായൻ അങ്ങനെയല്ല. കിട്ടുന്നതിൽ മാക്സിമം ക്യാഷും പാവങ്ങളെ സഹായിക്കുകയാണ്. കല്യാണം കഴിയാത്ത കുട്ടികൾക്ക് കല്യാണം കഴിപ്പിക്കുക, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക, താമസിക്കാൻ ഭക്ഷണവും കാര്യങ്ങളും ഒന്നുമില്ലാത്തവരെ മനസ്സറിഞ്ഞ് സഹായിക്കുക. പിന്നെ എന്താ പറയുന്നത്, പറയാൻ വാക്കുകളില്ല. ഒരുപാട് വഴിയോരത്ത് കിടക്കുന്നവരെയൊക്കെ സഹായിക്കുക, സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്നവരെ സഹായിക്കുക. അപ്പോൾ അത്രയും നന്മകൾ ചെയ്യുന്ന ഒരു നന്മയുടെ പ്രതീകമാണ് നമ്മുടെ അച്ചായൻ. ആ പുള്ളിക്കാരനെയൊക്കെ ട്രോളുക, മോശമായി പറയുക എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ മനസ്സ് വരുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രൂപ എടുത്ത് ഒരു വ്യക്തിക്ക് ഒരു മുട്ടായി അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത നിങ്ങളാണോ ആ മനുഷ്യനെ പ്രതികരിക്കുന്നത്, ആ മനുഷ്യനെ പറയുന്നത്? നിങ്ങൾക്ക് പറയാൻ എന്താണ് യോഗ്യത? ഒരു യോഗ്യതയുമില്ല. ഒരിക്കലും പറയരുത്. ആ മനുഷ്യനൊന്ന് അറിഞ്ഞ് ശപിച്ചാലുണ്ടല്ലോ, നിങ്ങളൊക്കെ ഭസ്മമായി പോകും. സത്യം. ആ മനുഷ്യൻ ചെയ്ത ഓരോ നന്മകളും നമ്മൾ ആ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറയും. ഒരു ആഡംബരമില്ലാതെ ഒരു അത്രയും വലിയൊരു മനുഷ്യനാണെന്നുള്ള ഒരു ഒരു പവറോ അല്ലെങ്കിൽ ഒരു ഒന്നുമില്ലാതെ ആ മനുഷ്യൻ അവരിൽ ഒരാളായി ചെന്ന് ആ കുടുംബത്തിനെ സഹായിക്കുകയും, ഒരു പാവപ്പെട്ട വീടായാലും ചെളിയായാലും അങ്ങനെ ചേറ് നിറഞ്ഞ സ്ഥലമായാലും പുള്ളിക്കാരൻ നടന്നു പോയി ആ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി അവരുടെ മനസ്സിന് ആ സന്തോഷം കൊടുത്ത് ആ ഒരു നിമിഷം 10 മിനിറ്റ് ആയാലും അവരോടൊപ്പം ഇരുന്ന് അവരുടെ കഥകൾ അറിഞ്ഞ് അവരുടെ വേദന മനസ്സിലാക്കി അവർക്കൊരല്പ സന്തോഷം കൊടുത്തിട്ട് വരുന്ന ആ മനുഷ്യനെയൊക്കെ ഇങ്ങനെ പറയാമെന്ന് വെച്ചാൽ നീയൊക്കെ ഭസ്മമായി പോകുമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുകയാണ്, മൈരെ നിനക്കൊക്കെ പോയി എന്താ ഞാൻ പറയുക? നീയൊക്കെ എന്തിനാടാ ഇങ്ങനെ ജീവിച്ചിരിക്കണേന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇങ്ങനെ കുറേ മൈരന്മാരിറങ്ങിയിട്ടുണ്ട്, ഒരു പ്രയോജനമില്ലാത്ത, നാട്ടിനും വീട്ടിനും വേണ്ടാത്ത കുറേ നാശങ്ങൾ. നീയൊക്കെ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നീ ആരെയും സഹായിക്കണ്ട, പക്ഷെ ഉപദ്രവിക്കാതിരുന്നൂടെ? നിനക്കൊക്കെ നിൻ്റെ കാര്യങ്ങൾ നോക്കി ജീവിച്ചാൽ പോരെ? സഹായിക്കുന്നവർ സഹായിക്കട്ടെ. ആ പുള്ളിക്കാരൻ വീഡിയോ ഇടുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഞാനും അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. വീഡിയോകൾ ഇടുന്ന കാരണം എനിക്കറിയാം. ഇപ്പം ഞാൻ ചെയ്യുന്നൊരു നന്മ മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ 10 പേര് കാണുമ്പോൾ അവർക്കും ചെയ്യാനൊരു മോട്ടിവേഷനാണത്. ആ വീഡിയോ കാണുമ്പോൾ അയ്യോ ഇതുപോലെ എനിക്കും ചെയ്യാം. ഒരു പക്ഷേ ചിലവർ ചെയ്യുന്നത് അവരുടെ മറ്റുള്ളവർ കാണാൻ വേണ്ടിയുള്ള ഒരു ഫാഷന് വേണ്ടിയിട്ടായിരിക്കും. ആയിക്കോട്ടെ, എന്തായാലും അതിലൂടെ ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പറ്റുന്നെങ്കിൽ അത് വലിയ പുണ്യമല്ലേ? അപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിച്ച് ആഡംബരം കാണിക്കാനല്ല. ഒരു വീഡിയോ നമ്മൾ ഒരാൾക്ക് ഒരു നേരത്തെ ഫുഡ് കൊടുക്കുമ്പോൾ, ഒരു വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ അവർക്കും അതൊരു മോട്ടിവേഷൻ, ചെയ്യാനുള്ളൊരു മനസ്സ്, ഒരാഗ്രഹം ഒക്കെ തന്നെ ഉണ്ടാവും. പിന്നെ വീഡിയോ ചെയ്യുന്നതിലൂടെ യൂട്യൂബിൽ വരുമാനം കിട്ടുമ്പോൾ ആ പൈസ കൊണ്ടും ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? വീട്ടിലിരുന്നാൽ പണം കുഴിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ കഷ്ടപ്പെടണം. ഏതെങ്കിലും വിധത്തിൽ നമ്മൾ കഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് പൈസ ഉണ്ടാകുന്നത്. ആ പൈസ ഒരുപാട് വരുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്നത്. മരിക്കുമ്പോൾ നമ്മൾ ആരും ഒന്നും കൊണ്ടുപോകുന്നുണ്ട്, ഒരു ഉടുതുണി പോലും കൊണ്ടുപോകുന്നില്ല. പലരും പലതും എഴുതി വെക്കും ഡയറിയിൽ. എന്നെ അങ്ങനെ ചെയ്യണം, എന്നെ ഇങ്ങനെ ചെയ്യണം, മക്കളെ എങ്ങനെ ചെയ്യണം എന്ന് ആര് കണ്ടു? ഇന്നത്തെ ജനറേഷൻ മക്കളാണെങ്കിൽ ഒന്നും ചെയ്യില്ല. ചിലപ്പോൾ വാഴത്തോപ്പിലായിരിക്കും കൊണ്ടെറിയുന്നത്. ഒരു അമ്മ മരിച്ചാലോ അച്ഛൻ മരിച്ചാലോ. ഇന്നത്തെ ജനറേഷൻ അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയൊന്നും നടക്കണമെന്നില്ല. ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് പറ്റുന്ന നന്മകൾ ചെയ്ത് സന്തോഷം കണ്ടെത്തി നമ്മളും അതോടൊപ്പം ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതാണ് വേണ്ടത്. ചെയ്യുന്ന വ്യക്തികളെ ഒരിക്കലും തളർത്തരുത്. അവരങ്ങനെ ചെയ്യട്ടെ, അത് അവരുടെ ഇഷ്ടമല്ലേ.
എങ്ങനെ ചെയ്യണം ചെയ്യേണ്ടെന്ന് അവരല്ലേ ചിന്തിക്കണം. നിങ്ങളുടെ പൈസ എടുത്തിട്ടോ നിങ്ങളുടെ കുടുംബ സ്വത്ത് എടുത്തിട്ടോ ഒരിക്കലും അച്ചായൻ ചെയ്യുന്നില്ലല്ലോ. അച്ചായൻ കഷ്ടപ്പെട്ടാണ് ഈ നിലയിൽ ഇവിടം വരെ എത്തിയത്. അച്ചായൻ വളർന്നെങ്കിൽ, അച്ചായൻ വണ്ടി വാങ്ങിയെങ്കിൽ, അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങിയെങ്കിൽ അത് അച്ചായൻ്റെ കഴിവാണ്, അച്ചായൻ്റെ കഴിവ് മാത്രമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇവിടം വരെ എത്തിയത്. പിന്നെ നല്ല കുറേ മനുഷ്യരുടെ സപ്പോർട്ടും, മനസ്സിലായില്ലേ? യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് അച്ചായൻ മുന്നോട്ട് വന്നത്. അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങളും അതുപോലെ ആകാൻ ശ്രമിക്കൂ. അല്ലാതെ അസൂയയും കുശുമ്പും കൊണ്ട് നടന്നിട്ട് എന്താണ് ഗുണം? പക്ഷെ നിങ്ങൾ 10 പേര് അച്ചായനെ പറയുമ്പോഴും 1 കോടി ജനങ്ങൾ അച്ചായന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ഇന്നും ഈ കേരളത്തിലുണ്ട്, ഞാനുൾപ്പെടെ. മനസ്സിലായില്ലേ? അച്ചായൻ ഒരിക്കലും തളരില്ല. അച്ചായൻ മുന്നോട്ട് തന്നെ പോകും. നിങ്ങളിത് പറയുന്നത് കേട്ടെന്ന് പറഞ്ഞാൽ അച്ചായൻ ഒരിക്കലും തളരില്ല. അച്ചായൻ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ വയ്ക്കുക തന്നെ ചെയ്യും. അതാണ് അച്ചായൻ്റെ വിജയം. ഓരോരുത്തരും ട്രോളുമ്പോഴും അച്ചായൻ പടി കയറി പോവും. അത് നിങ്ങൾക്കറിയാമോ? ട്രോളുമ്പോഴാണ് വളരുന്നത്. പക്ഷേ ട്രോളുന്നത് നല്ലതാണ്. ഓവറായിട്ട് അങ്ങ് ട്രോൾ ചെയ്യാലേ അത് വളരെ മോശമാണ്. മനസ്സിലായില്ലേ? ഓവറായിട്ട് അങ്ങ് ട്രോളുന്നത് വളരെ ചെറ്റത്തരമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായില്ലേ? വീട്ടിലാരും ഇല്ലേ ട്രോളാനായിട്ട്? അതാണോ നാട്ടിലിറങ്ങുന്നത്? നിനക്കൊക്കെ ഒരു പണിയില്ലെങ്കിൽ മമ്മാട്ടി എടുത്ത് കളയ്ക്കാൻ പോടാ. നന്മ ചെയ്യുന്ന നല്ല മനുഷ്യരെ മനസ്സുകൾ വേദനിപ്പിക്കല്ലേ. അവരെ അറിഞ്ഞൊന്ന് ശപിച്ചാലുണ്ടല്ലോ നീയൊന്നും ഇല്ല, തീർന്നു. എത്ര കിട്ടിയാലും പഠിക്കില്ല. ഉരുൾപൊട്ടൽ വന്നു, വെള്ളപ്പൊക്കം വന്നു, ഭൂമി ഉലുക്കം വന്നു, എന്തെല്ലാം വന്നു. പഠിക്കുന്നില്ല മനുഷ്യർ, പഠിക്കുന്നതേയില്ല. കഷ്ടം. ഒരു നാളും രക്ഷപ്പെടണമെന്നുള്ള ചിന്ത മനസ്സിലേ ഇല്ല. അതങ്ങനെയാ, ജനിക്കുമ്പോഴേ മറ്റേ കുരുട്ട് ബുദ്ധിയായിട്ടല്ലേ ജനിക്കുന്നത്. എങ്ങനെ മറ്റുള്ളവരെ നശിപ്പിക്കാം, എങ്ങനെ മറ്റുള്ളവരെ ട്രോളാം, എങ്ങനെ മറ്റുള്ളവരെ ചതിക്കാം എന്നുള്ള ചിന്തയുമായിട്ട് കുറേ എണ്ണം വീട്ടിനകത്ത് ഇരിപ്പുണ്ട്, ഇങ്ങനെ ഒരു മൊബൈലും എടുത്തു വെച്ചും കൊണ്ട്, ഒരു പ്രയോജനവുമില്ലാതെ. പക്ഷേ ഇതുകൊണ്ടൊന്നും ഒരിക്കലും ഒന്നും കിട്ടാൻ പോണില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെപ്പോഴും മറ്റൊരു വ്യക്തി നന്മ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അയ്യോ, ആ ചെയ്യുന്ന നന്മ കണ്ടോ, നല്ലതാണ്, ആ മനുഷ്യന് നല്ലത് വരട്ടെ, ഇനിയും നന്മകൾ ചെയ്യാൻ ഇടയാവട്ടെ എന്നൊരു പ്രാർത്ഥന കൊടുക്കാം. അല്ലാതെ നിന്നെയൊക്കെ പോലെ വീട്ടിനകത്തിരുന്നുകൊണ്ട് കുറേ മൈര്യങ്ങൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്, ഒരു കാര്യവുമില്ലാതെ മറ്റുള്ളവർ മനസ്സ് വേദനിപ്പിക്കാൻ. നീയൊന്നും ഒരു കാലത്തും രക്ഷപ്പെടില്ല, ഒരു കാലത്തും. നീയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ നിൻ്റെ ജീവിതം എങ്ങനെയാണ് ഓടുന്നതെന്ന്? വീട്ടിൽ അരി വാങ്ങിക്കാൻ പൈസ കാണൂല, എന്നിട്ടാണ് ഇവ ഇരുന്ന് മറ്റുള്ളവനെ ട്രോളുന്നത്. എന്തിനാടാ? സ്വന്തം കുടുംബം നോക്കാതെ സ്വന്തം കുടുംബത്ത് അധ്വാനിച്ച് കൊണ്ടുവന്ന് കൊടുക്ക് ഒരു നാൾ, എന്നിട്ട് നീ പറയ്. അപ്പോൾ അതിലൊരർത്ഥമുണ്ട്. മനസ്സിലായില്ലേ? ഇത് നിനക്ക് പറ്റിയ പണിയല്ല. മനസ്സിലായോ? ആ മനുഷ്യൻ ചെയ്യുന്ന ഓരോ നന്മകളും ഓരോരുത്തരുടെ ജീവിതത്തിന് അതൊരു ഗുണമായി തീരുകയാണ്. മനസ്സിലായില്ലേ? മാസങ്ങൾ കൊണ്ട് ആഹാരം കഴിക്കാൻ പറ്റാതെ കടത്തിണ്ണകളിൽ ഉറങ്ങുന്ന വ്യക്തികൾ, ശരിക്കും ഒരു ടോയ്ലറ്റിൽ പോകാൻ ഒരു ശൗചാലയമില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ വ്യക്തികളുണ്ടെന്നറിയോ? പാമ്പ് കയറി, അട്ട കയറി, അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്ക് പോലും ആ മനുഷ്യൻ ശൗചാലയം പടിഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ ഇതുപോലെ? ഒരിക്കലും കഴിയില്ല. നമ്മൾ അപ്പം ചിന്തിക്കേ ഈ ചെയ്യുന്നത് ശരിയാണോ എന്ന് ഒരു വട്ടം ഒന്ന് ചിന്തിക്കുക. മൊബൈൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്തും മൊബൈലിലൂടെ ചെയ്യാം, എന്തും പ്രവർത്തിക്കാം എന്നുള്ളത് മാറ്റിവെക്ക്. ഇനിയെങ്കിലും നന്നാവാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ ഗുണം പിടിക്കത്തില്ല. മനസ്സിലായില്ലേ? ഇത് വളരെ വളരെ മോശമാണ്. നീയൊക്കെ ഈ കാണിക്കുന്ന ഫ്രോഡ് തരം ഉണ്ടല്ലോ, വളരെ ചെറ്റത്തരമാണെന്നാണ് എനിക്ക് ഞാൻ കൂടുതൽ സംസാരിച്ച പിന്നെ ഞാൻ ചന്ദ്രമുഖിയാവും. മനസ്സിലായില്ലേ? എനിക്കൊരു വിലയുണ്ട്, അത് കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വളരെ മാന്യമായി സംസാരിക്കുന്നത്.
നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്നറിയോ? അത് ചെയ്താൽ മാത്രമേ നീയൊക്കെ നന്നാവൂ. അല്ലാതെ നീയൊന്നും ഒരിക്കലും നന്നാവത്തില്ല. ഒരടി കൊടുത്താൽ മതി, ഒരുപാട് അടിയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഒറ്റ അടി കൊടുത്താൽ മതി, ആ അടിയിൽ നന്നാവും. അത് അങ്ങനത്തെ അടി ആയിരിക്കണം, എങ്കിലേ നീയൊക്കെ നന്നാവും. ചുമ്മാ ചൂരലെടുത്ത് വെച്ച് 5-6 കൊട്ട് കൊട്ടിയിട്ട് ഒരു കാര്യമില്ല. കൊട്ടുന്നത് ഒറ്റ കൊട്ടേ കൊട്ടാവും. അതോടുകൂടി നന്നാവണം. പിന്നെ ആയുസ്സിൽ അമ്മാതിരി ചെറ്റത്തരം ചെയ്യില്ല. മനസ്സിലായില്ലേ? നിന്നെയൊക്കെ അതാണ് ചെയ്യേണ്ടത് ശരിക്കും. അത് ചെയ്യാൻ ആൾക്കാർ ഇല്ലേന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ വേണ്ടാത്ത കാര്യങ്ങൾക്ക് ആൾക്കാരുണ്ട്, വേണമെന്നുള്ള കാര്യങ്ങൾക്ക് ആൾക്കാരില്ല ചെയ്യാനായിട്ട്. നിന്നെപ്പോലുള്ളവന്മാരെയാണ് ചെയ്യേണ്ടത്. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആയുസ്സിൽ, നിൻ്റെയൊക്കെ ആയുസ്സിൽ, അതായത് നീ ഒരു നല്ലൊരു ഹോട്ടലിൽ കയറി ചാപ്പാട് അടിച്ചു കഴിഞ്ഞാൽ തീരും നിൻ്റെ പ്രശ്നം. അത്രയേ ഉള്ളൂ. പക്ഷെ അത് തരാൻ ആളില്ല. നല്ലൊരു ഹോട്ടലിൽ കൊണ്ടുപോയി നല്ലൊരു ഇല വെട്ടിയിട്ട് അതിൽ ഊണ് വിളമ്പിത്തരാൻ ആളില്ല. അതാണ് വാസ്തവം. അത് ചെയ്തിരുന്നുവെങ്കിൽ നീയൊന്നും ഒരിക്കലും ഇങ്ങനെ കളിക്കില്ല. അതെനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. ഇനിയെങ്കിലും നന്നാവടാ. ഇല്ലെങ്കിൽ പോയി അത് ചെയ്. എനിക്കതേ പറയാൻ പറ്റൂ. മനസ്സിലായില്ലേ? നിനക്കൊക്കെ പറ്റിയത് അതാണ്. ജീവിച്ചിരിക്കണമെങ്കിൽ നല്ല രീതിയിലിരിക്കണം, ഇല്ലേ പിന്നെ അത് ചെയ്യണം. അതാകുമ്പോൾ പിന്നെ ആർക്ക് ശല്യമില്ലല്ലോ. എന്തിനാണ് നാട്ടിനും വീട്ടിനും വേണ്ടാത്ത വിധത്തിൽ ഇങ്ങനെ ജീവിക്കുന്നത്? അതിനെക്കാട്ടിലും അതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. മനസ്സിലായില്ലേ? എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രം. മേലിൽ ആരെയും ഇമാതിരി ട്രോളരുത്. അത് നിനക്കൊന്നും നല്ലതിനല്ല. മനസ്സിലായില്ലേ? ഇതൊരു താക്കീരാണ്, ഒരു വാണിങ്ങാണ്. വീട് കയറി അങ്ങ് വരും. അങ്ങ് വന്നാൽ പിന്നെ എന്താ സംഭവിക്കണതെന്ന് സൂര്യോദയം കാണില്ല. സൂര്യോദയം കാണണമെങ്കിൽ നമുക്ക് കണ്ണ് വേണ്ടേ? അല്ലേ? കണ്ണുണ്ടെങ്കിലല്ലേ നമുക്ക് വെളിച്ചം കിട്ടത്തുള്ളൂ. അപ്പോൾ സൂര്യോദയം കാണില്ല. അത് ആലോചിച്ച് മുന്നോട്ട് പോകുന്നതാണ് നിനക്കൊക്കെ നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ചോദിക്കും, നീ പെൺപുലിയാണോ എന്ന്? അങ്ങനെ തന്നെ കരുതിക്കോ, ഞാൻ പെൺപുലി തന്നെയാണ്. നിനക്കൊക്കെ വല്ലതും ചെയ്യാനുണ്ടോ? എങ്കിൽ വാടാ, നേർക്ക് നേരെ വാ. നമുക്ക് നേർക്ക് നേരെ മുട്ടാം. ഓക്കെ?